ഹലോ ഗായ്സ്, ഒരു ഹറി ബറി വ്ലോഗ് ഉണ്ടല്ലോ. എത്ര തിരക്കിട്ട് ഇറങ്ങിയാലും രാവിലെ ലേറ്റ്. സോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യാമറമാനോടൊപ്പം ഞാനും അങ്ങനെ ഓടിക്കതിച്ച് സ്കൂളിൽ ഭാഗ്യം ലേറ്റ് ആയില്ല. ഇന്നാണ് ക്ലാസ് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ചുന്ദര കുട്ടപ്പന്മാരായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസ് വൈസ് ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട്. ക്ലാസ് എടുപ്പ് ഇന്ന് എന്തായാലും നടക്കൂല. പിന്നെ ബാക്കി പണി നടക്കട്ടെ. നോട്ട്സ് കറക്ഷൻ ചെയ്യാനുണ്ട്. അപ്പൊ അത് നോക്കി കുറച്ച് നേരം എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. പണികൾ നടക്കട്ടെ. ഇതാണ് നമ്മൾ സൂപ്പർ മാം, നമ്മുടെ പ്രിൻസിപ്പൽ മാം ആണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ഗസ്റ്റ്. എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? മാഷാല്ലാ, കണ്ണൊക്കല്ലേ? അപ്പൊ കുട്ടികളുടെ ഒഴിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ടീച്ചേഴ്സിന്റെ ഒഴിയാണ്. ഫോട്ടോക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിരനിരയായിട്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമ്മൾ കണ്ടിരിക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ഇത്. എല്ലാവരും മഞ്ചിട്ട് വിട്ടോ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നാളാ വീഡിയോ എടുത്ത് പറ്റിക്കാം. താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് പരിപാടിയാണ് നമ്മൾ സേറക്കുട്ടിൻ്റെ ബർത്ത്ഡേ. എല്ലാ ടീച്ചേഴ്സിനും ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് മോള് വന്നത്. ടീച്ചേഴ്സിന് മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്സിനും ഉണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മാമിനെ ഏൽപ്പിച്ചു. ഒരു ബർത്ത്ഡേ സെറ്റപ്പിൻ്റെ ഒരുക്കങ്ങൾ. ഇനിയാണ് നമ്മൾ കേക്ക് കട്ടിങ്. ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഇവിടെ ഫോണും പിടിച്ച് റെഡിയാണായി. ഇന്നത്തെ റിവിഷനും ക്ലാസ്സസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് പോയി. അടുത്തൊരു പരിപാടി കൂടി ബാക്കിയുണ്ട്, പറഞ്ഞുതരാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. അങ്ങനെ കുട്ടികളെല്ലാവരും പോയി. ഇനി മൂന്നാൾ മാത്രം ബാക്കിയുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടേത് ഭയങ്കര പഞ്ചവത്സരം. ഓ, കണ്ട ഒളിമ്പിക്സ് പോകുന്ന കളിയാ. കളിച്ച് ജയിച്ചാൽ ഇതേ കിടക്കുന്നത്. ഇതെന്താ ഇന്ന് ടീച്ചേഴ്സിനായിരിക്കും വീട്ടിൽ പോണ്ടേ? വേണ്ട, ബിക്കോസ് ഇന്ന് ഇവിടെ നോമ്പ് പറയാണ്. സോ നമ്മൾ ഇന്ന് ആരും വീട്ടിൽ പോകുന്നില്ല. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു പിള്ളേരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം. നോമ്പ് ഉഷാറായിട്ട് പോകുന്നു. ഇന്ന് നമ്മള് സ്കൂളിലെ നോമ്പ് സൂപ്പർ. ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. ക്ഷീണം പിടിച്ച ആൾക്കാരിൽ ഇവിടെ കടന്നിട്ട്. അപ്പോൾ ഇനി എണീക്കാൻ സമയത്തുണ്ട്. നെക്സ്റ്റ് ഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇനി അത് നടക്കട്ടെ. പിന്നെ കാണ്ടാവുക എന്താ സംഭവം? അങ്ങനെ പല ടോക്ക് ഉണ്ടാവും. അതൊന്നും നിങ്ങൾ അധികം മൈൻഡ് ചെയ്യില്ല. സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി ഗ്രൗണ്ടിലേക്കെല്ലാം നടക്കുന്നത് വെറുതെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. ഇവിടെ എല്ലാം കണ്ട നമ്മളെ മാങ്ങ മരം കണ്ട. ഇത് ഫുൾ മാങ്ങ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മാങ്ങ പെറുക്കാൻ. ഇവിടെ ഇങ്ങനെ വീണിട്ടുണ്ടാവും, കുറേ മാങ്ങ വീണിട്ടുണ്ടാവും. അപ്പം അതിങ്ങനെ ഓരോന്നിങ്ങനെ പെറുക്കും. അതിൻ്റെ പേരും വേറൊരു പെറുക്കിയും കൂടി ഉണ്ടതാ. മാങ്ങ കുറേ മാങ്ങ ഉണ്ട്. വേണ്ട, ഇതെല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കും. മാങ്ങ മാത്രമല്ല, അടക്ക വീണിട്ടുണ്ട്. തൽക്കാലം അടക്കൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് അടക്ക എടുക്കുന്നില്ല. അടക്ക വേണ്ട നമുക്ക് ജസ്റ്റ് മാങ്ങ മാത്രം മതി. ബിക്കോസ് മാങ്ങ അടക്ക വിറ്റ പൈസ കിട്ടുമല്ലോ, പക്ഷെ അടക്ക വെക്കണ്ട. നമുക്ക് ആ പൈസ വേണ്ട. നമുക്ക് മാങ്ങ, ഉപ്പിലിടാനുള്ള മാങ്ങ നമ്മളിങ്ങനെ പെറുക്കും. ഇഷ്ടം പോലെ മാങ്ങ, മാങ്ങ ഫുൾ ഓഫ് മാങ്ങ. കുറേ ഉണ്ടല്ലേ. ഇന്നലത്തെ കാറ്റിന് കുറേ വീണക്ക്. പിടി, ഇത് പിടി, കൈയാണ്. എല്ലാം നല്ല നല്ല മാങ്ങ. കഴുകുക, എടുക്കുക. കുഴിയാണ് എൻ്റെ കുഴി. ആയിരിക്കുമല്ലേ? ഇനി ഈ പിടിക്ക് മര്യാദക്ക്. അയ്യോ, തീർന്നാ? എനിക്കില്ല, ജനലിലോട്ട് ഞാൻ കണ്ടത്. അല്ല, ഇത് കേട്. ഇനി എന്നാ തീർന്നില്ല? അയ്യോ, പിന്നെ ഞാൻ എവിടെ പിടിക്കൂ?
കഴിഞ്ഞിരിക്കുന്നു. കുറേ മാങ്ങ കിട്ടി, കുഞ്ഞു കുഞ്ഞു മാങ്ങ. ഇതിങ്ങനെ മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് തിന്നും. നോമ്പ് സമയമായി, വാ എല്ലാരും വാ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നമ്മള് നോമ്പ് തുറ പരിപാടികൾ കാണാം. ബാക്കി സംഭവ വികാസങ്ങൾ നിങ്ങൾ എന്നെ കണ്ടു. ചെവിപിനെ നമ്മള് കട്ട് ചെയ്യാൻ പൈനാപ്പിൾ കൊടുക്കും. പൈനാപ്പിൾ ചെവിപിനെ കെട്ടുന്നോട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എല്ലാം പഠിപ്പിച്ചിട്ടേക്കുന്നു. നമ്മളെല്ലാരും ഇങ്ങനെ നോക്കി നിന്ന് മൂപ്പര് കാര്യമായിട്ട് എങ്ങനെയല്ലോ കട്ട് ചെയ്യുന്നുണ്ട്. പഴയ സ്റ്റൈൽ കട്ടിങ് കണ്ടിട്ട് പുതിയ എന്തോ സ്റ്റൈല് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞതാ. നോക്കാം. തോണി സ്പീഡിൽ മുറിച്ചു ജ്യൂസ് അടിക്കാനെ ഇങ്ങനെ മഞ്ചിൽ മുറിക്കുന്നു. ഇതിന്റെ ആവശ്യം എന്താ ഉദ്ദേശിക്കുന്നുണ്ട് എടുക്കാലോ. എന്നിട്ട് ഇല്ല, ചെറുതായിട്ടൊന്ന് പാളിയതാ. ഇപ്പൊ രസമുണ്ട്, ഇപ്പൊ കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ബാക്കിയെല്ലാം നമ്മളെല്ലാം അടിക്കുള്ളൂ. ചെറുതായിട്ടൊന്ന് പാളിപ്പെങ്കിലും സംഭവങ്ങളല്ലേ നൈസായിട്ടുണ്ട്. നമ്മളെ ബത്തക്ക ജ്യൂസ്, ഇതെന്തെങ്കിലും പൈനാപ്പിൾ ജ്യൂസ് റെഡി. ഇനി ഇതില് ബത്തക്ക കലക്കി വെച്ചിട്ടുണ്ടേ. ഇവിടെ കട്ടിങ് ഒരു സൈഡ് നടക്കുന്നുണ്ട്, അടിയും ഒരു സൈഡ് നടക്കുന്നുണ്ട്. കുട്ടികൾ പോയാലും അങ്ങനെയാ, നമ്മള് കുട്ടികളാവും. ചായ കാച്ചുന്ന റിഫ്ന, റിഫ്ന ചായ കാച്ചുന്ന, ചായ കാച്ചുന്ന റിഫ്. കൊല്ലി 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 കുത്തിക്കൊല്ലി. മോനെന്താ നിനക്ക്? ഇതിന്റെ പേര് ബിരിയാണി ചിക്കന്റെ മസാലയാണ്. ഇതിങ്ങനെ വാട്ടിക്കൊണ്ടേയിരിക്കാം. ഒന്ന് കുറച്ചും കൂടി ബ്രൗൺ കളർ ആയി കഴിഞ്ഞാല് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഷെബീബ് നെക്സ്റ്റ് ദൗത്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജ്യൂസ് അടികൾ. ഇനി ഫുള്ള് തിരക്കായി, തിരക്കോട് തിരക്ക്, എല്ലാരും ബമ്പം പണി. ഇതാണ് നമ്മൾ അജിക്കുട്ടി. ഇന്ന് നോമ്പ് പറയാണ്ട്, നമ്മളെ പോലെ തന്നെ നോമ്പ് എടുത്തിട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളത്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു. പുറത്താണെങ്കിൽ ഭൂലോക മഴ. നമ്മൾ പുറത്തായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായി എല്ലാവരും തിരക്കിട്ടിട്ട് വേഗം അത് ഉള്ളിലേക്ക് മാറ്റി സെറ്റ്. ഇവിടെ നമ്മൾ മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഓൾ സ്റ്റാഫ്സിനല്ലേ. അപ്പൊ എല്ലാവരും ഓരോന്നായിട്ട് ഇങ്ങനെ എത്താൻ തുടങ്ങി. എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലുമാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ്, ഓൾ സെറ്റ്. 2 തരം ജ്യൂസും കടികളും എല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും സെറ്റാക്കി വെച്ച്. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും റാഹത്തായിട്ട് നോമ്പും തുറന്ന് അൽഹംദുലില്ലാഹ്. മാനനെ തിന്നണമെന്നുണ്ടെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് വയർ ഗുമ്മെന്നായി, ഫുള്ളായിട്ടുണ്ടായി. എന്നാലും ഞാൻ 2-3 ഗ്ലാസ് ജ്യൂസും ഈ കാണുന്ന കടികളെല്ലാം കഴിച്ചിട്ടുണ്ടായി. കണ്ണോളണ്ടാന്ന് വെച്ചിട്ട് 2 ഓറഞ്ച് ബാക്കി വെച്ചിനെ. എന്നിട്ട് തീർന്നോ? ഇല്ല, തരിക്കഞ്ഞി ഇല്ലാണ്ട് എന്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് തരിക്കഞ്ഞിയും കൂടെ ഒരു ഗ്ലാസ് തലയില്ലേനു. എന്നാലും പോട്ടെ, ഇവരുണ്ടാക്കി വെച്ചല്ലേ, കുടിച്ചിട്ടില്ലേ വിഷമാവൂലേ. നമ്മളിവിടെ നാട്ടില് തരി കാച്ചിയെന്നാന്നേ പറയാ. പൊതുവേ എനിക്ക് സംഭവം വലിയ കാര്യമില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവളെ റിയാക്ഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടക്കിടക്ക് വിളിക്കും. സംഭവം കാര്യത്തിൽ എല്ലാവരും സൈഡായിനെ. ഞാൻ അതിന്റെ ബാക്കി എനിക്ക് ഇനി ഒരു സൂചി കുത്താനുള്ള സ്ഥലം പറ്റിയിട്ടുണ്ടായില്ല. ഇങ്ങനെയാണ് ദമ്മ് പൊട്ടില്ല. ദമ്മിലാണ് എല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ അങ്ങനെ നമ്മൾ ബിരിയാണിന്റെ നമ്മൾ എല്ലാവർക്കും സെർവ് ചെയ്ത് വെച്ച്. നോമ്പറിന്റെ സംഭവം എല്ലാം കഴിഞ്ഞ് എല്ലാവരും നിസ്കരിച്ച് വരുമ്പോഴത്തേക്ക് ബിരിയാണിയെ സെറ്റ്. അടിപൊളി ബിരിയാണിന്റെ മണം മൂക്കിലടിക്കുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് വീട്ടിലേക്ക്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി. ഒരു ദിവസത്തെ കുട്ടി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ. ഓക്കെ, ബൈ.